ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിനകത്ത് ലാലേട്ടൻ വന്ന സമയത്ത് നമ്മുടെ ഷാനവാസിനെ നിർത്തിപ്പൊരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഷാനവാസിനോട് പല കാര്യങ്ങളും സ്ത്രീകളെ ബഹുമാനമില്ലാതെ എടി പോടി വാടി എന്നൊക്കെ വിളിക്കുന്ന സംഭവത്തെക്കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എല്ലാ വീക്കിലും ഇതുപോലെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, പക്ഷെ പിന്നീട് നിങ്ങളത് പാടെ മറക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ PR വർക്കിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട് PR വർക്കിനെ കുറിച്ചിട്ട്. അപ്പോൾ അനുമോള് അങ്ങ് ഉഴപ്പി അങ്ങ് പോവുകയാണ്. അപ്പോൾ ബിന്നി ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ബിന്നി പറയുന്നുണ്ട്, അപ്പോൾ ഈ 16 ലക്ഷം രൂപ PR കൊടുത്തോ, അതൊരു ചെറിയ തുകയൊന്നും അല്ല കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ അനുമോള് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ബിഗ് ബോസിൽ പോകണോ എന്ന് അറിഞ്ഞ സമയത്തിന് തന്നെ പലരും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അവർ പലരും പറഞ്ഞ തുകയെന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. 25 ലക്ഷം 20 ലക്ഷം അങ്ങനെ പലരും വലിയ വലിയ തുകകളാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നീട് ചെറിയൊരു തുക അത് സമ്മതിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതെത്ര രൂപയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ പറയുകയാണ്, 16 ലക്ഷം രൂപയാണോ നിങ്ങൾക്ക് ചെറിയ തുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുകയാണ്, 16 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ലോൺ അടച്ചേനെ എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊന്നും ഞാനല്ല കേട്ടോ പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകരും കേട്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് എന്ന് പറയുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷിനും കൊടുക്കുന്നുണ്ട് ഒരു കൊട്ട്. അനീഷിനോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ PR എന്താണെന്ന് അറിയാത്ത ഒരാളുണ്ട് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനീഷ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. PRനെ കുറിച്ചിട്ട് അനീഷിന് ഇതുവരെ അറിയില്ലേ? ഇല്ല ലാലേട്ടാ, എനിക്ക് PRനെ കുറിച്ച് ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്ര ആഴത്തിൽ അറിയാൻ സാധിച്ചിരുന്നത്. ആണോ? അപ്പോൾ PR കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ PR ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, 5 വർഷമായിട്ട് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ലോങ് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന ആളിന് PRനെ പറ്റിയിട്ട് ഇതുവരെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, 5 വർഷത്തെ ലീവ് ഞാൻ എടുത്തു, അതിൽ 2 വർഷത്തേത് മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ലീവ് എങ്ങനെ അവിടെ ചെന്നതിന് ശേഷം എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനീഷ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം, ഈ ഷോയിൽ നിന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലീവ് അങ്ങനെ തന്നെ തുടരും. എനിക്ക് പുസ്തകങ്ങൾ എഴുതണം, അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് സംവിധാനം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള സിനിമയ്ക്ക് തിരക്കഥ എഴുതണം, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആര്യൻ്റെ മായാമോഹിനി വേഷത്തെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആര്യൻ്റെ ക്യാരക്ടർ വളരെ നന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ലാലേട്ടൻ നല്ല ചൂടിലായിരുന്നു. ഷാനവാസിനിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഷാനവാസിന് മറ്റുള്ള മത്സരാർത്ഥികളെ അപേക്ഷിച്ച് ഷാനവാസിനോട് ഇന്ന് ലാലേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പലതവണയും ഷാനവാസ് മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കില്ല. സംസാരിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുന്നതിന് മുമ്പേ കയ്യും എടുത്ത് ഉയർത്തി പിടിച്ചുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങ് നിൽക്കും. പുള്ളിക്കാരൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അത് ലാലേട്ടന് ദേഷ്യം വരുന്നു. അദ്ദേഹം പറയുന്നു, എന്നാൽ താൻ ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ഇത് ആര് സംസാരിക്കാൻ നിൽക്കുമ്പോഴും അവിടെ എല്ലാം നിങ്ങൾക്ക് തന്നെ സംസാരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വഴക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ലാലേട്ടനെ ഒരുമാതിരി രൂക്ഷഭാവത്തിൽ നോക്കുന്ന രീതിയിലൊക്കെ നമ്മുടെ ഷാനവാസ് നിന്നിട്ടുണ്ടായിരുന്നു, ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത രീതിയിൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്നോട് പിണക്കമൊന്നും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നോട് എന്താ ദേഷ്യം തോന്നുന്നുണ്ടോ? തോന്നിയാൽ എനിക്ക് വേറെ വിഷയമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷാനവാസ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇല്ല ലാലേട്ട, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇന്ന് വയറ് നിറച്ച് ഷാനവാസിന് പുളിശ്ശേരി ഉപ്പേരി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഷാനവാസ് ഇനിയെങ്കിലും നന്നായാൽ മതിയായിരുന്നു. ഷാനവാസിനെ പറ്റിയിട്ട് പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി പൊടി വാടി എന്നൊക്കെ വിളിച്ചതിനെ പറ്റിയിട്ട്. അതുപോലെ ആര്യനുമായിട്ടുള്ള വിഷയം ഉണ്ടല്ലോ, ആര്യനെ തല്ലാനായിട്ട് പിടിച്ച് തള്ളിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അമ്മയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞിട്ട്, ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഷാനവാസിനോട് ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീട്ടിൽ അച്ഛന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ നിങ്ങൾ എല്ലാവരെയും പറയുന്നുണ്ടല്ലോ,
യഥാർത്ഥത്തിൽ ആര്യൻ പറഞ്ഞു എന്ന് തോന്നിയ ആ ഒരു തോന്നലിൻ്റെ പുറത്തല്ലേ നിങ്ങൾ അവിടെ അത്രയും കാട്ടിക്കൂട്ടിയത്. പിന്നീട് ഗെയിം കുളമാക്കിയതിനൊക്കെ പറ്റി പറഞ്ഞിട്ട് ഷാനവാസിന് വയറ് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനീഷിന് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അനീഷ് പറഞ്ഞ ചില കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അനീഷിന് PR അറിഞ്ഞൂടാ എന്ന് പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ അനീഷ് പറഞ്ഞൊരു കാര്യം എനിക്ക് അത്രയും ആഴത്തിൽ അറിയില്ലായിരുന്നു. അതെനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പോൾ പിന്നീട് അനീഷ് പിന്നെ അനാവശ്യമായിട്ട് പറഞ്ഞൊരു കള്ളത്തരം ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് പൊളിച്ച് ലാലേട്ടൻ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വരുന്നതിന് 3 ദിവസം മുമ്പാണ് ഈ പുള്ളിക്കാരൻ അറിഞ്ഞത്, ഇങ്ങോട്ടേക്കുള്ള ക്ഷണത്തെക്കുറിച്ചിട്ട് അറിഞ്ഞത് എന്നൊരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം അവിടെ വെച്ച് ചോദിച്ചു. 12 ദിവസത്തെ കൂടുതൽ 12 ദിവസം മുമ്പല്ലേ നമ്മൾ വിളിച്ചത്, 10-12 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് പല തവണയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ അനീഷ് അത്രയും ദിവസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു ഞങ്ങൾ തെളിവ് കാണിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനീഷ് പിന്നീട് അങ്ങ് ചളിഞ്ഞു പോയി പാവം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ ലക്ഷ്മിയൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 3 ദിവസം എന്നല്ലേ പറഞ്ഞത്, അതെന്തിനാ കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അനീഷ് വളരെ നിഷ്കളങ്കമായിട്ട് അത് സമ്മതിച്ചു കൊടുക്കുകയാണ്. അത് ശരിയാണ്, എനിക്ക് അന്നേരം അങ്ങനെ ഒരു കള്ളം പറയാനാണ് തോന്നിയത്, ഞാൻ ആ പറഞ്ഞത് കള്ളം തന്നെയായിരുന്നു 3 ദിവസം എന്ന് പറഞ്ഞത് എന്ന് ബിന്നീരുടെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തൊക്കെ സമ്മതിച്ച് കൊടുക്കുകയാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഈ ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ആദിലയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആദിലേക്ക് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവരോട് റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കാത്തതിനെ പറ്റി പറഞ്ഞിട്ട് ലാലേട്ടൻ നല്ല രീതിയിൽ ആദിലേക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം അനുമോൾക്ക് വലുതായിട്ടൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അനുമോൾക്ക് വലിയ കുറ്റങ്ങളോ ഒന്നും അനുമോളുടേത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കി എല്ലാവർക്കും വയറ് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ളൊരു എടുത്തു പറയേണ്ട ഒരു രസമെന്ന് പറഞ്ഞാൽ നെവിൻ്റെ ഒരു എന്താണ് പറയുന്നത്, നെവിൻ്റെ ഒരു ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിനെ ഇന്ന് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നെവിനോട് എല്ലാവരും എഴുന്നേറ്റ് നിന്നപ്പോൾ നെവിൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ച കാര്യം, എന്താ നെവിനെ, നിന്നെ ഉറുമ്പ് കടിച്ചോ, നിന്നെ എന്താ ഉറുമ്പ് വല്ലതും കയറിപ്പോയോ, നീ എന്തിനാ ഇങ്ങനെ ഇടന്ന് ആടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനോട് ചോദിച്ചിട്ട് ശരിക്കും നെവിനപ്പോൾ ചമ്മി ചളിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഇന്നത്തെ ഷോയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നാളെ നമ്മുടെ ബിന്നി പോകുന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു വീക്കെൻഡ് എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ലൈവ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട ആളുകൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വരിക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.